ശ്രീ ജെക്സി തോമസ്, ഇപ്പോൾ അവിടെ ഒരു മോഷണം നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ കളവ് നടന്നിട്ടുണ്ട് എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് വിവിധ വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിട്ടുണ്ട്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? അങ്ങനെ ഒരു സംഭവം ദേവസ്വം ബോർഡ് കട്ടു എന്നു തന്നെയാണ്. ആ നിലയ്ക്കുള്ള വിമർശനങ്ങൾ പലയിടങ്ങളിൽ നിന്നുണ്ടാകുന്നു. അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തുകൊണ്ട് പോയ അമ്പലക്കള്ളന്മാർ ഭരണകക്ഷിയാണ്, നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും. ഇന്ന് ദേവസ്വം മന്ത്രി പറയുന്നു ഇതിന് സർക്കാരിനോ ദേവസ്വം വകുപ്പിനോ യാതൊരു പങ്കും ഇല്ല എന്നുള്ളത്. അവിടെ ഇങ്ങനെ ഒരു വീഴ്ച നടന്നിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണെങ്കിൽ ആ വീഴ്ച ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടത് ദേവസ്വമാണ് അങ്ങനെ പറയരുത് എന്നുള്ള ഒരു മിനിമം കാര്യമുണ്ടല്ലോ. അതെങ്ങനെയാണ് നിരാകരിക്കുക? അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ആ സംഭവവികാസത്തെ മുൻനിർത്തി മാത്രം, ഒരൊറ്റ സംഭവവികാസത്തെ മുൻനിർത്തി മാത്രം ഇതാകെ അമ്പലം വിഴുങ്ങുകളുടെ ഒരു ഏർപ്പാടായി ഈ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ശബരിമലയിൽ എന്തോ തെറ്റ് കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന പ്രതിപക്ഷ നരേഷൻ അത് അങ്ങേയറ്റം രാഷ്ട്രീയമായ ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ്. പിടിച്ചു നിൽക്കാൻ ഒരു ഊന്നുവടിയില്ലാതെ സമ്പൂർണമായി വയനാട്ടെ ജനങ്ങളുടെ അടക്കം ദൈന്യത വിറ്റ് സംഘടിത തസ്കര സംഘമായി കേരളത്തിൽ അനാവരണം ചെയ്യപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് ഏറ്റവും ഒടുവിൽ പിടിച്ചു നിൽക്കാൻ ഒരു ഊന്നുവടി എന്നതുപോലെ അമ്പലം വിഴുങ്ങി എന്ന പ്രയോഗം ബാനറാക്കി നിയമസഭയിൽ ഉയർത്തിയിരിക്കുകയാണ്. വേണമെങ്കിൽ തിരിച്ചു പറയാം, അമ്പലം വിഴുങ്ങികൾ ആരായിരുന്നു? കുമാര സഹോദരന്മാർ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന കാലമുണ്ടായിരുന്നല്ലോ. പാത്രം വാങ്ങിയതിൽ 1.5 കോടി രൂപയുടെ അഴിമതി, ശർക്കര വാങ്ങിയതിൽ അഴിമതി, ദേവസ്വം ബോർഡ് അംഗങ്ങളാകെ റിക്രൂട്ട്മെന്റിന് ലക്ഷങ്ങളും കോടികളും വെച്ച് അഴിമതി വാങ്ങിച്ചത്, ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തത് കോടതിയിൽ നിൽക്കുന്നത് ആ കുമാര സഹോദരന്മാരുടെ ദേവസ്വം ബോർഡ് കാലയളവിലെ അനുഭവത്തെ വെച്ചിട്ടായിരിക്കും അമ്പലം വിഴുങ്ങികൾ എന്ന പ്രയോഗം കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് നിയമസഭയിൽ ഉയർത്താൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു പോറ്റിയുടെ വാക്ക് തൊണ്ട തൊടാതെ വിഴുങ്ങി അതിനെ ശിരസിൽ എടുത്തു വെച്ചുകൊണ്ട് പോറ്റി സംരക്ഷകനായി, പോറ്റി എന്ന വാക്കിന്റെ തന്നെ പോറ്റുന്നവൻ സംരക്ഷകൻ എന്നുള്ളതാണല്ലോ, ആ പോറ്റി സംരക്ഷകനായി മാറിയ പ്രതിപക്ഷ നേതാവ് തൊണ്ട തൊടാതെ ഏറ്റെടുത്ത് വെച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തി. 3 ദിവസം തികയുന്നതിന് മുമ്പ് കേരളത്തിലെ ദേവസ്വം വിജിലൻസ് ചെയ്ത കാര്യം എന്താണ്? ഈ ആരോപണം ഉന്നയിച്ച പോറ്റിയുടെ ബന്ധുവിന്റെ വീട്ടുവളപ്പിൽ നിന്ന് തന്നെ ഇതേ സാധന സാമഗ്രികൾ കണ്ടെടുക്കുന്നു. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല, ഞങ്ങൾ ആരും അറിഞ്ഞില്ല. അപ്പോൾ 2025 ഈ കാര്യങ്ങൾ സ്വർണം പൂശാൻ കൊണ്ടുവന്നുള്ള നിർദ്ദേശങ്ങൾ, മാനദണ്ഡങ്ങൾ എന്തൊക്കെ പാലിച്ചു എന്നതിനെ സംബന്ധിച്ച് ചർച്ച ഉയർന്നു വരുന്നു. കോടതി സമക്ഷം ബോധ്യപ്പെടും വിധം നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഈ ഗവൺമെന്റും ദേവസ്വം ബോർഡും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഇക്കാര്യം ചെയ്തിട്ടുള്ളതെന്ന് ബോധ്യപ്പെടുന്നു. നീ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ നുണ പറയണേ? ശീലായി പോയി കുരിഞ്ഞട്ടാ, മാറ്റണം. 2025 തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. കോടതി അറിയാതെയാണ് അവിടെ നിന്ന് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അവിടേക്ക് അനുഗമിച്ചിട്ടുണ്ട് എന്നത് ശരിയാണ്. കോടതിയുടെ അനുമതി ഇല്ലാതെയാണ് കൊണ്ടുപോയത്. അവിടെ നിന്നാണ് ഈ അന്വേഷണത്തിന് തുടക്കമുണ്ടാകുന്നത്. അതുകൊണ്ട് 2025 ജാഗ്രതയെക്കുറിച്ച് അങ്ങ് പറയുന്നത് കടന്ന കൈയാണ്. പോറ്റിയെ വിശ്വസിച്ചു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിനെതിരെ അങ്ങ് ഉന്നയിക്കുന്ന ആരോപണം. പോറ്റി ആദ്യം വിശ്വസിച്ചത് ആരാണ്? അപ്പോ അയ്യപ്പന്റെ സ്വർണം പോറ്റിയെ വിശ്വസിച്ച് കൊടുത്തുവിടാൻ തയ്യാറായ ദേവസ്വം ബോർഡ് ഉള്ളപ്പോ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കിൽ ഒരു ചോദ്യം ചോദിക്കുന്നത് മഹാപരാധമോ? നോർത്ത് ഇന്ത്യ താൻ എന്നെ പറ്റി എന്താ വിചാരിച്ച്? നിങ്ങൾക്കൊരു സത്യം അറിയോ? ഞാൻ ഒരു വലിയ സംഭവ സത്യം. ദേവസ്വം സ്മിത്തിന്റെ സാന്നിധ്യത്തിൽ ഈ പാളികൾ പരിശോധിച്ച് അതിന്റെ തൂക്കമളന്ന് രേഖപ്പെടുത്തി ചിട്ടപ്പെടുത്തി അതിനുശേഷം CCTV സർവൈലൻസിൽ ക്യാമറ ഫുട്ടേജോട് കൂടെ ഇക്കാര്യങ്ങൾ ചിത്രീകരിച്ച് അതിനു മുമ്പായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെയും എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും സാന്നിധ്യത്തിൽ ഇക്കാര്യങ്ങൾ പരിശോധന നടത്തി. ഞാൻ പറഞ്ഞ കറക്റ്റ് ഇല്ല, നീ ഇപ്പൊ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ കറക്റ്റ് അല്ലാത്ത ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത്രയും നിയതമായ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ മുൻപ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ കൂടെ നിർദ്ദേശാനുസരണം ഇത്തരം കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നതിൽ സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ അത്രയും തന്നെ നടന്നുകൊണ്ട് 2025 അതാണ് ഞാൻ ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വേണമെന്നുള്ളതാണ്. അത് 2025 ഉണ്ടായില്ല. അതിന്റെ പേരിലാണ് ഇക്കണ്ട അന്വേഷണം മുഴുവൻ ഉണ്ടാകുന്നത്. ജെകെ, ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? അടിസ്ഥാനപരമായി ഉണ്ടായ ചട്ടലംഘനം, നിയമലംഘനം എന്ന് പറയുന്നത് കോടതി നിർദ്ദേശം അട്ടിമറിച്ചു എന്നുള്ളതാണ്. അതിന്റെ പേരിലാണ് ഇക്കണ്ട അന്വേഷണവും കാര്യങ്ങളും മുഴുവൻ ഉണ്ടാകുന്നത്. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായി. ഞാൻ അവിടെയാണ് അങ്ങയോട് ആവർത്തിച്ചു അങ്ങേ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചത്. ഇത്രയും കാര്യങ്ങൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ദേവസ്വം ബെഞ്ചിന്റെ അനുമതി ഉൾപ്പെടെ ഇത്രയും കാര്യങ്ങളാണ് ശബരിമലയുടെ ഈ കാര്യങ്ങൾ ക്രയവിക്രയം ചെയ്യുന്നതിൽ സ്വീകരിക്കേണ്ട നിയാമകമായ കാര്യങ്ങൾ. ആ കാര്യങ്ങൾക്കകത്ത് ഒരു തെറ്റോ ഒരു പിഴവോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ബോധ്യപ്പെടാൻ ചെയ്യേണ്ട 8-ലധികം കാര്യങ്ങൾ 2025 ചെയ്തിട്ടുണ്ട്. പഴുതടച്ച് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ക്രമക്കേടിന് സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്താൻ
സർക്കാരിന് 2025 കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. രണ്ടാമത് അങ്ങ് ചൂണ്ടിക്കാണിച്ച പോരായ്മയുണ്ടോ? ആ കാര്യങ്ങൾ കോടതിയിൽ നിൽക്കുന്നുണ്ട്. നേരിട്ട് ബന്ധമില്ല എന്നല്ലേ ദേവസ്വം മന്ത്രി പറയുന്നത്. അപ്പൊ പിന്നെന്താ സർക്കാരിന് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ നേരിട്ട് ബന്ധമില്ലല്ലോ. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ മാത്രം ചെയ്യുന്ന പ്രതിഭാസമല്ലേ? നീ അറിഞ്ഞ ഞാൻ പെട്ടു. 100%. ഞാൻ ഉദ്ദേശിച്ചത് ഈ സർക്കാരിന്റെ കാലയളവിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ഒക്കെ ഇക്കാര്യങ്ങളിൽ ഉറപ്പുവരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. നീ ഒന്നും പണയണ്ട. അങ്ങ് സൂചിപ്പിച്ച കോടതിയിൽ ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വാങ്ങുന്ന കാര്യത്തിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ചോദ്യോത്തരങ്ങളും വാദപ്രതിവാദവുമാണ് കോടതിയിൽ നടക്കുന്നത്. അത് നടക്കട്ടെ. 2016 പുറകിലുള്ള കുമാര സഹോദരന്മാരുടെ അമ്പലം വിഴുങ്ങി കാലയളവിൽ 1.08 കോടി രൂപയുടെ ശബരിമലയിലെ പാത്രം വാങ്ങൽ അഴിമതിയുടെ പ്രത്യേകത എന്താ? യാതൊരു സംശയവും വേണ്ട. 9 വർഷം മുമ്പ് UDF കാലത്ത് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടില്ലേ എന്നുള്ളത് ഇക്കാലത്തുണ്ടാകുന്ന കാര്യങ്ങളുമായി തുലനം ചെയ്ത് ജനറലൈസ് ചെയ്യാനുള്ള ഒരു കാര്യമല്ലല്ലോ. ഇതിൽ ഇപ്പൊ ഈ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട ഉത്തരവിൽ തന്നെ പറയുന്ന ഗൗരവതരമായ പിഴവുകളും പ്രശ്നങ്ങളും ഉണ്ടല്ലോ. 130 വീട് ഓഫർ ചെയ്ത് പണം പിരിച്ച തസ്കര സംഘമല്ലേ? അവരെ പോലാണ് ഞങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ശരി, ചോദ്യം ഇവർക്കൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? എവിടെയും ഇല്ലല്ലോ. ആ തസ്കര സംഘത്തെ പോലെ അല്ല ഞങ്ങൾ. രണ്ടും ഒന്നാണെന്നല്ല ഞങ്ങൾ പറഞ്ഞത്. അവരെ പോലെ അല്ല ഞങ്ങൾ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ കട്ടു എന്ന ആരോപണമൊക്കെ ഒരു സർക്കാരിന്റെ ഭാഗമായി സർക്കാർ ഭരിക്കുന്ന വകുപ്പിന് കീഴിലുള്ള ബോർഡ് കേൾക്കുക എന്ന് പറയുന്നത് ലജ്ജാകരമായ അവസ്ഥയാണ്. ആ നിലയ്ക്ക് ഉള്ള ആരോപണങ്ങൾ കേൾക്കുമ്പോൾ അതിന് പരിഹാരം ഈ പറയുന്ന വിശ്വാസികളുടെ മുന്നിൽ വിശ്വാസം വീണ്ടെടുക്കാൻ വേണ്ടി എങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കാനെങ്കിലുമുള്ള നടപടികൾ വേണ്ടതല്ലേ? ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? 19 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ദേവസ്വം ബോർഡിന്റെ നിയാമകമായ രീതികൾക്കും ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ നിർദ്ദേശങ്ങൾക്കും ഒക്കെ ഘടകവിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ? പാവം. ഈ പോറ്റിക്ക് ഒരു വീരപരിവേഷം ഉണ്ടായിരുന്നല്ലോ. ആ വീരപരിവേഷം ഇപ്പൊ പിടികൂടാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? ഈ ഗവൺമെന്റ് തന്നെ ഒന്ന് പോവാണ്ട് അവിടെ നോടാണെങ്കിൽ കേൾക്കാൻ നല്ല രസമുണ്ട്. മതനിരപേക്ഷ ഇന്ത്യയുടെ പ്രതീകമാണ്. അതിനെ സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട് എന്നതുകൊണ്ടാണ് 3-ാം ദിവസം ശബരിമലയിലെ അവതാരപ്പിറവി എടുത്ത് നടന്ന പോറ്റിമാരിൽ ഒരു പോറ്റിയെ കൈയോടുകൂടെ പിടിച്ച് അവന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇത് തപ്പിയെടുക്കാൻ ഗവൺമെന്റിനും പോലീസിനും കഴിഞ്ഞ. അതുകൊണ്ടാണ് എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. പിന്നെ ഈ പോറ്റിക്ക് വീരപരിവേഷമൊക്കെ കിട്ടിയത് ഈ സുപ്രഭാതത്തിലല്ല. അത് കുറെ കാലമായി ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഒക്കെ ഇടപെട്ട് 2019 മുതൽ ഇങ്ങോട്ടെങ്കിലും അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീരപരിവേഷം ഉണ്ടായത്. ഉണ്ടാക്കി കൊടുത്ത ദേവസ്വം ബോർഡാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയാണ് ഈ പറയുന്ന അവതാരമാവുകയും ചെയ്തത്. പിന്നെ 3-ാം ദിവസം എന്ന് പറയുമ്പോൾ 2019 മുതൽ ഇങ്ങോട്ട് ഈ ക്രമക്കേട് നടന്നു എന്ന് കോടതി തന്നെ പ്രാഥമികമായി സംശയിക്കുന്ന ആ കാലപരിധി മുതൽ ഇങ്ങോട്ട് ഒരുപാട് 3 ദിവസങ്ങൾ കടന്നുപോയി, 3 വർഷങ്ങൾ കടന്നുപോയി, 5 വർഷങ്ങൾ കടന്നുപോയി. ഇങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ ഈ സംവിധാനത്തിൽ ഓഡിറ്റ് നടന്നിട്ടില്ലേ? ഈ സംവിധാനത്തിൽ പരിശോധന നടന്നിട്ടില്ലേ? ഈ സംവിധാനത്തിൽ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ രജിസ്റ്റർ അടക്കമുള്ളവ ഉണ്ടായിട്ടില്ലേ? തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി.